ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ദിദുലുസ്മേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്ന എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചായ വെക്കലാണ്. ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ, തലേ ദിവസം ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ പരിപാടി ചായ വെപ്പാണ്. ചായ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യില്ല. ചായ കുടിക്കേണ്ട, ഡയറ്റ് ചെയ്യാം, പഞ്ചസാര കുറക്കാം, വണ്ണം കുറക്കണം എന്നൊക്കെ വിചാരിച്ചാലും ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ട് ചായ വെച്ചു. ചായ വെച്ചതിന് ശേഷം പല്ല് തേക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ നിന്ന് പല്ല് തേച്ച് വരുന്ന ടൈമിലേക്കും ചായ തിളച്ച് വരുമല്ലോ. അപ്പം ഞാൻ അതേപോലെ തന്നെ പൊടി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചായപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് സൺഡേ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. പതിയെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എന്നാൽ പോലും വീഡിയോ എടുപ്പും രണ്ടും കൂടി ആയതുകൊണ്ട് ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. കാര്യം വീഡിയോ എടുത്തങ്ങനെ ജോലി ചെയ്യാറില്ലല്ലോ. അത് മറ്റേതാകുമ്പോൾ നമുക്ക് വേഗം പണി തീർക്കും. ഇത് വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോയിലാണ് വർക്ക് പോകുന്നത്. ആരും എഴുന്നേറ്റില്ലാതെ ഇതിലും ചേട്ടനും അമ്മയും എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. കാര്യം സൺഡേ ദിവസമാണ്. എല്ലാ ദിവസവും അവർ രാവിലെ എണീറ്റിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ സൺഡേ ദിവസമാണ് എല്ലാവർക്കും കിടന്ന് ഉറങ്ങാൻ കിട്ടുന്ന സമയം. ആദ്യമൊക്കെ എനിക്ക് ചപ്പാത്തി പരത്താനായിട്ട് വലിയ കാര്യത്തിൽ അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അത് വല്ല ഇന്ത്യയുടെ മാപ്പോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കുറേ ക്ഷമയും വേണമല്ലോ ഈ സംഭവം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാര്യം നമ്മളത് പരത്തണം, പിടിക്കണം, എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ ഇതിനെ ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. അവരുടെ ഇന്ന് ടിപ്സൊക്കെ കിട്ടിയാണ് ഞാനത് പഠിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെജിറ്റബിൾ സ്റ്റൂ ആണ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ പീൽ ചെയ്തെടുത്തു. നമ്മളത് കഴുകി കുക്കറിൽ വേവിക്കാൻ കിട്ടും. അത് അവിടെ ഇരുന്ന് വേഗട്ടെ. അപ്പോഴത്തേക്ക് നമ്മളുടെ ചപ്പാത്തി ഇവിടെ നമുക്ക് പരത്താമല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചായ കുടിക്കാനായിട്ടുള്ള കാര്യം മറന്നു. അപ്പം ഞാൻ ചായയൊക്കെ വേഗം അരിച്ചെടുത്തിട്ട് ചായ കുടിച്ചുകൊണ്ട് പതിയെ ചപ്പാത്തി പരത്താമെന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പലതരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. കുക്കിംഗ് വീഡിയോസും ഫാമിലി വ്ളോഗും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്തും കൂടി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കുക്കറിൽ വിസിൽ വന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം സ്പീഡപ്പ് ആക്കാൻ വേണ്ടി നോക്കുകയാണ്. കാര്യം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ലോ ആയി പോകുന്നു ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഇതിലപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ടുള്ള ഇടിയാവും ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ടിട്ട് ഞാൻ വേഗം പരത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ റോള് ഉണ്ട പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും പെർഫെക്റ്റായിട്ട് ചപ്പാത്തി പരത്തുന്നതല്ല, അത് ഞാൻ പാത്രം വെച്ച് അങ്ങനെ ആക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല റൗണ്ടിലൊക്കെ ഞാൻ പരത്തും. എന്നാലും ഇവിടെ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടെങ്കിൽ ചപ്പാത്തി തിന്നാൻ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ റൗണ്ടിലിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. എന്നാലും കുറച്ച് കൂടുതൽ കഴിക്കുള്ളൂ ആൾ. ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടോ. അപ്പോൾ ഇതിലാപ്പൻ എഴുന്നേറ്റ് വന്നു. കരച്ചിലും ബഹളമൊക്കെ തുടങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് പല്ല് തേപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പല്ല് തേക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഞങ്ങൾ മൊത്തത്തിൽ ഇടിയാണ്, ബ്രഷിന് വേണ്ടിയിട്ടുള്ള ഇടിയാണ്. ബ്രഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും തല്ലുപിടുത്താണ്. അപ്പോൾ എന്നാലും ബ്രഷ് പിടിച്ച് വലിക്കുന്നുണ്ട്. അത് വെച്ച് തേക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മര്യാദക്ക് പല്ല് തേക്കത്തുമില്ല, അതിനെ കൊണ്ട് തേപ്പിക്കുകയില്ല. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഇടിയാണ് എല്ലാ ദിവസവും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതോടെ കുറച്ച് ഡീസൻ്റ് ആയതാണ്. അപ്പോഴത്തേക്കും ഞാൻ ചേട്ടനെ കൊണ്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിച്ചു. കാര്യം ഞാൻ ഇതിലൊരു പല്ലേക്കാണ് ചേട്ടനെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി താന്ന് പറഞ്ഞാൽ അവിടെ പരത്തി വെച്ച് എല്ലാം ചേട്ടനെ കൊണ്ട് നൈസായിട്ട് പരത്തി വെച്ചു. അപ്പം തന്നെ ചേട്ടൻ എന്നോട് ചോദിച്ചു, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നീ എനിക്ക് പണി തരുവാണല്ലോ എന്ന്. വല്ലപ്പോഴേക്കല്ലേ നടക്കട്ടെ പണി. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തു. നമ്മളതിൻ്റെ സൈഡിൽ കൂടി നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവും റെഡി ആയിട്ടോ. അപ്പോഴത്തേക്ക് അമ്മ എഴുന്നേറ്റ് വന്നു, പല്ലൊക്കെ തേച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. അപ്പം ഞാനും ഇന്ന് ചേട്ടന് വർക്ക് ഉണ്ടായിരുന്നു. ചേട്ടൻ പെട്ടെന്നൊരു വർക്ക് വന്നു. ചേട്ടൻ പോയതിന് ശേഷം ഞാനും ദിദിലാപ്പനും അമ്മയും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ദിദിലാപ്പന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം വാവിളിച്ച് തരുന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ചോറിന് വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെ അതിന് കുറച്ച് അച്ചിങ്ങയൊക്കെ ഉണ്ടായിരുന്നു പൊളിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കി വെച്ചു. പിന്നെ ശേഷം ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മത്തങ്ങ ഹലുവ. അപ്പോൾ അമ്മയാണ് ആ ഹലുവ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമ്മളുടെ ഇതിൽ കയറുന്ന നോക്കാം കേട്ടോ, മത്തങ്ങ വെച്ചുള്ള ഹലുവ. പിന്നെ മിഷ്യത്തിൽ കുറച്ച് തുണിയൊക്കെ ഞാൻ അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ
ദിദിലാപ്പം കാണാതെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ദിദിലാപ്പം കാണാതെ ഇറങ്ങണം. അപ്പം ഞാൻ പതിയെ വന്നിരുന്ന് തുണിയൊക്കെ വിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ അപ്പം ചാടി പുറത്തേക്ക് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ മുറ്റത്ത് കിടന്ന് ഭയങ്കര അലമ്പാണ്. അതുകൊണ്ടിട്ട് ഞാൻ ഉണങ്ങിയ തുണിയൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള തുണിയൊക്കെ ഇട്ടു. വന്ന് നോക്കുമ്പോൾ ദേ ഇവിടെ അച്ഛനും മോളും ടി വി കാണലും മുടികെട്ടലും കളിയൊക്കെയാണ്. പിന്നെ ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ ദേ മടക്കി വെച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ദിദിലാപ്പനായിട്ടൊന്ന് പുറത്ത് ഇറങ്ങിയിട്ട് വരാമെന്ന്. അപ്പോൾ ഈവനിങ് അല്ലേ, അപ്പം ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് ഇടയ്ക്ക് ഈവനിങ് ഇങ്ങനെ പോകാറുണ്ട് ദിദിലാപ്പനായിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കിലും ഭയങ്കര ലൈറ്റും സ്റ്റാറൊക്കെ ഇട്ട് ആകെ ഫുൾ നല്ല വൈബിലായിരുന്നു കേട്ടോ. ക്രിസ്മസ് വൈബ് ഓണായത് തന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഫുൾ. പിന്നെ നമ്മൾ അവിടെ കൂടി ആ തേരാപ്പാര അങ്ങനെ നടന്നു കുറേ നേരം ദിദിലാപ്പൻ്റെ കളിയൊക്കെ കണ്ട്. ദിദിലാപ്പനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അഴിച്ചു വീഴുന്നത്, അവിടെ ഇവിടെയൊക്കെ നടന്നോളും. അപ്പം ഞങ്ങൾ ദിദിലാപ്പൻ്റെ പുറകെ ഇങ്ങനെ കുറേ നേരം ഓടി നടന്നു. ലാസ്റ്റ് ഒരു കണക്കിന് അവിടെ നിന്ന് പിടിച്ച് വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ടായിരുന്നു. അലുവയൊക്കെ തണുപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഫുഡൊക്കെ കഴിച്ചു. കുളിക്കാനുള്ള പരിപാടിയാണ്. കുളിച്ച് ദിദിലാപ്പനെ ചിറ്റ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മളൊരു ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബ്ലൂ.